ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 17ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല നവവത്സരവും ഞാൻ ആശംസിക്കുന്നു. ഗീത 2ാം അധ്യായം സാഖ്യയോഗത്തിലെ 31-32 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ഭാഗത്തിൽ വിശകലനം ചെയ്തത്. ഈ ശ്ലോകങ്ങളിൽ കണ്ട സ്വധർമ്മം, സ്വർഗം എന്നീ വാക്കുകളെക്കുറിച്ച് സാമാന്യം വിശദമായി തന്നെ കഴിഞ്ഞ ഭാഗത്തിൽ വിശകലനം ചെയ്തിരുന്നു. സ്വധർമ്മം എന്നത് പരമ്പരാഗത കുലത്തൊഴിലാണെന്നും താഴ്ന്ന ജാതിക്കാരെ അങ്ങനെ ജാതികർമ്മങ്ങളിൽ കുരുക്കി അവരെ സാമൂഹികമായി ഉയരാതെ തടയുകയാണ് ഗീതയിലെ സ്വധർമ്മമെന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ഉള്ള ഗീതാവിമർശകരുടെ ചിന്ത അജ്ഞാനജന്യവും ദുരുദ്ദേശപരവുമാണെന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ഒരു വ്യക്തിയുടെ സ്വാഭാവിക ഗുണങ്ങൾക്കനുസരിച്ചുള്ള കർമാചരണമാണ് സ്വധർമ്മമെന്നും അതിന് വ്യക്തിയുമായല്ലാതെ ജാതി, മതം, ഗോത്രം, കുലം, ദേശം ഇവയൊന്നുമായി ബന്ധമില്ലെന്നും പറഞ്ഞു കഴിഞ്ഞു. വ്യക്തി തൻ്റെ ഗുണപ്രേരിതമായ സ്വധർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിക്ക് വളരെ സന്തോഷവും സമാധാനവും തോന്നുമെന്നും ഈ സന്തോഷാവസ്ഥയെയാണ് സ്വർഗമെന്ന് ഗീത വിളിക്കുന്നതെന്നും അവിടെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ സ്വഗുണങ്ങൾക്കനുസൃതമല്ലാത്തതോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഗുണത്തിന് അനുസൃതമായതോ ആയ കർമ്മം നാം ചെയ്യുമ്പോൾ മാനസിക സംഘർഷവും അസമാധാനവുമായിരിക്കും ഫലമെന്നും ഈ മാനസികാവസ്ഥയെ നരകമെന്ന് വിശേഷിപ്പിക്കാമെന്നും പറഞ്ഞു. സ്വധർമ്മപ്രകാരമുള്ള കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഫലം ഉണ്ടാകുമെന്നും എന്നാൽ പരധർമ്മപ്രകാരമുള്ള കർമ്മത്തിൻ്റെ ഫലം മോശമായിരിക്കുമെന്നും നാം കണ്ടു കഴിഞ്ഞു. ഗീതാ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഈ സ്വധർമ്മ സിദ്ധാന്തത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ഗീതാ സിദ്ധാന്തങ്ങളുടെ ഉള്ളറകളിലേക്ക് ആർക്കും കടന്നു ചെല്ലാനും കഴിയൂ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം, അതായത് 33ാം ശ്ലോകത്തിലേക്ക് കടക്കാം. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അർത്ഥം: ഇനി ഈ യുദ്ധം നീ ചെയ്യില്ലെങ്കിൽ അത് കാരണം സ്വധർമ്മവും കീർത്തിയും കൈവിട്ട് നീ പാപം സമ്പാദിക്കേണ്ടി വരും. ഇവിടെ വീണ്ടും സ്വധർമ്മം എന്ന പ്രയോഗം വരികയാണ്. ക്ഷത്രിയനായ അർജുനൻ്റെ സ്വധർമ്മം എന്നത് മറ്റുള്ളവർക്ക് രക്ഷ നൽകുക എന്നാണ്. രാജ്യരക്ഷ, പ്രജാരക്ഷ എന്നൊക്കെ ചിന്തിക്കാം. ഇതിനാവശ്യമായ യുദ്ധം ചെയ്യേണ്ടത് ക്ഷത്രിയ ധർമ്മമാണ്. ഈ സ്വധർമ്മം അനുഷ്ഠിക്കാൻ മടി കാണിച്ചാൽ അത് സ്വധർമ്മം ഉപേക്ഷിക്കുന്നതിന് തുല്യമാകും എന്നാണ് കൃഷ്ണൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ കൈവരാവുന്ന കീർത്തിയും നഷ്ടപ്പെടുത്താനേ അർജുനൻ്റെ ഈ തീരുമാനം സഹായിക്കൂ. അങ്ങനെ സ്വധർമ്മവും കീർത്തിയും കൈവിട്ടാൽ അത് പാപം സമ്പാദിച്ചു കൂട്ടുന്നതിന് തുല്യമാകുമത്രേ. മുൻപ് സ്വർഗനരകങ്ങളെ വിവരിച്ചതുപോലെ പുണ്യപാപങ്ങളെയും ഒന്ന് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. നല്ലത് ചെയ്താൽ പുണ്യം കിട്ടുമെന്നും ചീത്ത ചെയ്താൽ പാപമായിരിക്കും ഫലം എന്ന് നാം എല്ലാം ചെറുപ്പം മുതലേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പാപത്തിനെ നരകവുമായും പുണ്യത്തിനെ സ്വർഗവുമായി ബന്ധിച്ചാണ് നാം പഠിച്ചിരിക്കുന്നത്. ഈ പുണ്യപാപങ്ങളെക്കുറിച്ച് ആത്മീയതയുടെ യുക്തിഭദ്രമായ വിശകലനത്തിലേക്കായി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നോക്കാം. ഒരു കാട്ടുമൃഗത്തെ വിനോദത്തിനായി കൊല്ലുന്നു എന്ന് സങ്കല്പിക്കുക. നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പാപകരമായ കർമ്മമാണ് ചെയ്തിരിക്കുന്നത്. അതിനെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. എന്നാൽ ആ മൃഗത്തിനെ കൊന്നത് പ്രാണരക്ഷാർത്ഥമാണെങ്കിലോ അത് തെളിയിച്ചാൽ ശിക്ഷ കിട്ടില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ ധീരതയ്ക്കുള്ള പുരസ്കാരവും നിങ്ങൾക്ക് കിട്ടിയേക്കാം. ഇതുപോലെ ഒരു തീവ്രവാദിയെ സാധാരണക്കാരായ നാം വധിച്ചെന്ന് ചിന്തിക്കുക. ഒരു വ്യക്തിയെ കൊന്ന കൊലക്കുറ്റം ചാർത്തി നമുക്ക് ശിക്ഷ കിട്ടും. എന്നാൽ ഈ വധത്തിന് നിയോഗിക്കപ്പെട്ട ഒരു പട്ടാളക്കാരൻ അത് ചെയ്താലോ അയാൾക്ക് ശിക്ഷ കിട്ടില്ലെന്ന് മാത്രമല്ല, പുണ്യകരമായ ആ കർമ്മം ചെയ്തതിന് രാഷ്ട്രം അയാളെ ആദരിക്കുകയും ചെയ്യും. അതായത് പുണ്യപാപങ്ങൾ നിശ്ചയിക്കുന്നത് കർമ്മമല്ല, ആ കർമ്മത്തിൻ്റെ പിന്നിലെ ഭാവനയാണെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. സദ്ഭാവനയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ബാധ്യസ്ഥമായ കർമ്മങ്ങൾ പുണ്യകരവും
മറിച്ചുള്ള കർമ്മങ്ങൾ പാപകരമാകുമെന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു ന്യായാധിപൻ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ആ ന്യായാധിപന് ആ മനുഷ്യനോട് യാതൊരു വിരോധവുമില്ല. ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ തെറ്റിന് അദ്ദേഹത്തിൻ്റെ അറിവിലും ജ്ഞാനത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു ശിക്ഷ നൽകുകയാണ്. പക്ഷേ അങ്ങനെ ഒരു വധശിക്ഷ നൽകുന്ന ഒരു ന്യായാധിപന് പാപം ഏൽക്കുകയില്ല. കാരണം ആ കർമ്മം ആ ന്യായാധിപൻ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും സ്വാർത്ഥതയോടെ അല്ല, അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമല്ല. അപ്പോൾ ഈ പുണ്യപാപങ്ങളെ നിശ്ചയിക്കുന്നത് ഈ കർമ്മവും കർമ്മത്തിൻ്റെ പിറകിലെ ഭാവനയുമാണെന്ന് നാം കൃത്യമായിട്ട് ധരിക്കേണ്ടിയിരിക്കുന്നു. ഭാവന സ്വാർത്ഥപരമാണ്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഒരു തെറ്റായ കർമ്മം ചെയ്യുന്നത് എങ്കിൽ അത് പാപമായും, അതല്ല നമുക്ക് യാതൊരു താല്പര്യവുമില്ല, പക്ഷേ ചില കർമ്മങ്ങൾ ചെയ്യാൻ നാം ബാധ്യസ്ഥമായിരിക്കുന്നു, അല്ലെങ്കിൽ ചില നല്ല കർമ്മങ്ങൾ നാം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ പുണ്യമായും പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ പാപവും പുണ്യവും എല്ലാം മതവിഷയങ്ങളാണ്. ഇത് നമുക്ക് ആ തലത്തിൽ അതിനെ സ്വീകരിക്കാം. അല്ലാതെ ഇതിനെയെല്ലാം ക്വാണ്ടിഫൈ ചെയ്ത് എഴുതി ഇത്രമാത്രം പുണ്യം നമുക്ക് കിട്ടും, ഇത്രമാത്രം പാപം കിട്ടും എന്നൊന്നും ചിന്തിച്ചു കൂട്ടുന്നൊരു കാര്യവുമില്ല. ഇതൊക്കെ മനുഷ്യനെ, ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രയോഗങ്ങളൊക്കെ മനുഷ്യനെ നന്മയിലേക്ക് അല്ലെങ്കിൽ നല്ല വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ഈ ആധ്യാത്മിക ചിന്തകരൊക്കെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം അക്ഷരാർത്ഥങ്ങളിലെല്ലാം പോയി കുരുങ്ങിക്കിടന്നിട്ട് അതാണോ ശരി, ഇതാണോ ശരി, ഇവിടെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ആ പുസ്തകത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബഹളമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നല്ല കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒരു ബഹുമാനവും ഒക്കെ കിട്ടും. അതാണ് ഈ പുണ്യം എന്ന് പറയുന്നത്. അതല്ല മനുഷ്യനെ ദ്രോഹിക്കുകയും പ്രകൃതിയെ ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ പണിയെങ്കിൽ നമുക്ക് കുറച്ച് വിഷമതകളും ദുഃഖദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും. ആരും നമ്മളെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വരത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അതിനെ ഒരു നരകമായിട്ടും അതിനെ ഒരു പാപമായിട്ടും ഒക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ പുണ്യവും പാപവും എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെയെല്ലാം ഈ മതപരമായ ചില വീക്ഷണങ്ങളിൽ കൂടി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നന്മ ചെയ്താൽ നമുക്ക് ചില സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും. തിന്മ ചെയ്താൽ അതിനുള്ള മാനസിക സംഘർഷവും ദുഃഖവും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം ചിന്തിക്കാം. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അത് ശ്ലോകം 34, 2-ാം അധ്യായം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യതേ. ഇതിൻ്റെ അർത്ഥം തന്നെയുമല്ല, ജനങ്ങൾ നിന്നെക്കുറിച്ച് ഒടുങ്ങാത്ത ദുഷ്പേര് പറഞ്ഞു വരുത്തുകയും ചെയ്യും. ബഹുമാനിതന് ദുഷ്കീർത്തി മരണത്തേക്കാൾ അധികം കഷ്ടവുമാണ്. ഇനി ശ്ലോകം 35. ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. അർത്ഥം, ഭയം കൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞവനായി മഹാരഥന്മാർ നിന്നെ കണക്കാക്കും. അവർക്കെല്ലാം ബഹുമാന്യനായിരിക്കുന്ന നീ അങ്ങനെ നിസ്സാരനായിത്തീരും. ശ്ലോകം 36. അവാച്യവാദാം ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം नु കിം. അർത്ഥം, നിന്റെ ശത്രുക്കൾ നിന്റെ സാമർഥ്യത്തെ നിന്ദിച്ചുകൊണ്ട് വളരെ ദൂഷണം പറയുകയും ചെയ്യും. അതിനേക്കാൾ കൂടുതൽ ദുഃഖകരമായി എന്തുണ്ട്? ഈ കഴിഞ്ഞ 3 ശ്ലോകങ്ങൾ, അതായത് 34, 35, 36 ശ്ലോകങ്ങളെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. അർജുനനെ യുദ്ധോത്സുകനാക്കാൻ കൃഷ്ണൻ പല വഴികളും നോക്കുകയാണ്. ആദ്യം വേദാന്ത തത്വചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഉപദേശിച്ചു നോക്കി. ഇപ്പോൾ പറയുന്നതെല്ലാം വൈകാരിക തലത്തിലുള്ള സാധാരണ ലോകവിഷയങ്ങളാണ്. അഭിമാനിയായ ക്ഷത്രിയ വീരനാണ് അർജുനനെന്ന് കൃഷ്ണൻ അറിയാം. അഭിമാനത്തിന് ക്ഷതമേൽക്കുക എന്നത് അഭിമാനിക്ക് മരണത്തേക്കാൾ ഭയാനകമാണ്. അർജുനൻ്റെ ഈ അഭിമാനബോധത്തിലാണ് കൃഷ്ണൻ ഇപ്പോൾ പിടിമുറുക്കുന്നത്. അർജുനൻ ഒരു സാധാരണ ക്ഷത്രിയോദ്ധാവല്ല. സാക്ഷാൽ പരമശിവനെപ്പോലും യുദ്ധം ചെയ്ത് പ്രസാദിപ്പിച്ച്
പാശുപതാസ്ത്രം നേടിയ മഹാവീരനാണ് അർജുനൻ. മഹാരഥന്മാർ പോലും അർജുനനെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. പക്ഷേ ഈ യുദ്ധം ചെയ്യാൻ മടി കാണിച്ചാൽ അർജുനനോട് ഇവർക്കുള്ള ബഹുമാനം ഇല്ലാതാകും. അതുകൊണ്ട് അർജുന, യുദ്ധത്തിനെ പേടിച്ചോടിയ ഭീരുവാണ് നീയെന്ന് ഇവരെല്ലാം പറയൂ. യുദ്ധത്തിനെതിരായി നീ ഇപ്പോൾ പറയുന്ന അഹിംസാവാദത്തിനൊന്നും ഒരു വിലയും ലോകം കൽപ്പിക്കില്ല. യുദ്ധക്കളത്തിൽ അഹിംസ പ്രസംഗിക്കുകയല്ല, യുദ്ധം ചെയ്യുകയാണ് ക്ഷത്രിയൻ്റെ ധർമ്മം എന്ന് ആർക്കാണ് അറിയാത്തത്? അർജുന, നീ യുദ്ധം ചെയ്യില്ലെങ്കിൽ ഇതുവരെ നിന്റെ സാമർഥ്യത്തെ പുകഴ്ത്തിപ്പാടിയവരൊക്കെ നിന്നെ നിന്ദിച്ച് സംസാരിക്കാൻ തുടങ്ങും. നിന്റെ ശത്രുക്കൾക്ക് നിന്നെ നിന്ദിക്കാൻ നല്ലൊരവസരമാകും ഇത്. വില്ലാളി വീരനായ നിനക്ക് ഇതിൽ പരം നാണക്കേടെന്തുണ്ടാകാനാണ്. ആദ്യമൊക്കെ വേദാന്ത തത്വചിന്തകളുടെ ഔന്നത്യത്തിൽ നിന്ന് പറഞ്ഞു നോക്കി. ആത്മാവ് എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണെന്നും അതിനെ ആർക്കും കൊല്ലാൻ കഴിയില്ലെന്നും അതുകൊണ്ട് നീ ഭീഷ്മനെയും ദ്രോണരെയും ഒന്നും കൊല്ലുന്നില്ലെന്നും അവരുടെ ഭൗതിക ശരീരങ്ങളെ മാത്രമേ കൊല്ലുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞത് അർജുൻ വീശിയതായിട്ട് കൃഷ്ണന് തോന്നിയില്ല. അതുകൊണ്ട് കൃഷ്ണൻ കുറച്ചുകൂടെ താഴോട്ടിറങ്ങി ഇനി വലിയ തത്വചിന്തയൊന്നും വേണ്ട, ഇനിയും കുറച്ച് കാര്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ അർജുനന് മനസ്സിലാകുന്ന വിധത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം പറഞ്ഞ ഈ 3 കാര്യങ്ങളും ഈ പല കാര്യങ്ങളും ഇതൊക്കെ സാധാരണക്കാർക്കും പറഞ്ഞാൽ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം അർജുനനോട് പറയുകയാണ്, അർജുനൻ വളരെ അഭിമാനിയായ മനുഷ്യനാണ്. അപ്പോൾ ഇപ്പം ഈ യുദ്ധക്കളത്തിൽ വന്നിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും വലിയ അഭിമാനിയും വലിയ വില്ലാളി വീരനായ അർജുനനാണ്. അപ്പം ആ അർജുനൻ്റെ അഭിമാനബോധത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണൻ. അത് ഫലം ചെയ്യുമെന്ന് ശ്രീകൃഷ്ണന് അറിയാം. നമുക്ക് ഇനിയും അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 37-ാം ശ്ലോകം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. അർത്ഥം, മരിച്ചാൽ സ്വർഗം പ്രാപിക്കാം, ജയിച്ചാലോ ഭൂമിയെ അനുഭവിക്കാം. അതുകൊണ്ട് അർജുന, യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ച് നീ എഴുന്നേൽക്കൂ. ഇപ്പോൾ ചൊല്ലിയ ഈ ശ്ലോകം കേട്ടാൽ നമുക്ക് തോന്നും അർജുനനെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാമെന്നാണ് കൃഷ്ണൻ പറഞ്ഞതെന്ന്. മുൻപ് പറഞ്ഞതുപോലെ പുരാണ കഥകളിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അന്യലോക സ്വർഗത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. അർജുനൻ്റെ വിഷാദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചോദ്യങ്ങളാണ് ഗീതോപദേശത്തിന് തന്നെ കാരണമാകുന്നത്. അർജുന വിഷാദം കാരണമാണ് ഗീതോപദേശമെന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് തന്നെ. ഇവിടെ ഉദ്ധരിച്ച ഈ 2-ാം അധ്യായ ശ്ലോകങ്ങൾ എങ്ങനെ 1-ാം അധ്യായത്തിലെ അർജുന വിഷാദ ചിന്തകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അർജുന, യുദ്ധത്തിൽ നീ മരിക്കുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് വീരസ്വർഗമാണ്. വീരന്മാർക്കായി പ്രത്യേക സ്വർഗരാജ്യമുണ്ടെന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്വധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ച് മരിക്കുന്നവർക്ക് കിട്ടാവുന്ന ആനന്ദാനുഭൂതിയെയാണ് ഈ വിശ്ലേഷണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. മരണശേഷം കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം സ്വർഗപ്രാപ്തിയാണെന്നാണല്ലോ അർജുനനും നാം എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അർജുനന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് അർജുനൻ്റെ ശ്രദ്ധേയ വിഷയത്തിലേക്ക് ആകർഷിക്കുന്നതിലേക്കായി സ്വർഗത്തെ പരാമർശിച്ചിരിക്കുന്നു എന്നല്ലാതെ ഭഗവത്ഗീത സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല. ഇനി യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിലോ രാജ്യവും അതിലെ സകല സമ്പത്തും അനുഭവിക്കാൻ നിനക്ക് കഴിയുകയും ചെയ്യും. അതായത് യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റു പരലോകം പ്രാപിച്ചാലും അർജുനന് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാനേ ഉള്ളൂ എന്നാണ് കൃഷ്ണൻ സമർത്ഥിക്കുന്നത്. അതിനാൽ ഈ മൗഢ്യം നിനക്ക് ചേർന്നതല്ല. നീ ക്ഷത്രിയനാണ്. നിനക്ക് ബാധ്യസ്ഥമായതും കീർത്തിയും ആദരവും ലഭിക്കുന്നതുമായ നിന്റെ സ്വധർമ്മം നിർവഹിക്കാൻ തയ്യാറാകൂ അർജുന. ഇതാണ് കൃഷ്ണൻ ആ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതായത് 1-ാം അധ്യായത്തിലെ അർജുനൻ്റെ വിഷാദ ചിന്തകളും 2-ാം അധ്യായത്തിലൂടെ കൃഷ്ണൻ പറയുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ ഈ ചില ഗീതാ പണ്ഡിതന്മാർ പറയുന്ന പോലെ 1-ാം അധ്യായത്തിന് 2-ാം അധ്യായത്തിന് ബന്ധമൊന്നുമില്ല, ഈ 1-ാം അധ്യായം എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നതാണോ ശരിയെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി ഈ 2 അധ്യായങ്ങളെയും കൂടെ ഒന്ന് ബന്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്.
സ്വജനഹത്യ പാപമാണെന്നും അതിനാൽ യുദ്ധം ചെയ്യാൻ തനിക്കാവില്ലെന്നുമുള്ള അർജുന ചിന്തയ്ക്ക്, അതായത് ഈ ചിന്ത പങ്കുവെക്കുന്നത് 1-ാം അധ്യായം 36, 39, 45 എന്ന 3 ശ്ലോകങ്ങളിലാണ്. ഇങ്ങനെയുള്ള യുദ്ധം ചെയ്യാൻ തനിക്കാവില്ലെന്നുള്ള അർജുനൻ്റെ ചിന്ത വരുന്നത്. ആ ചിന്തയ്ക്ക് മറുപടിയായി ക്ഷത്രിയൻ്റെ സ്വധർമ്മപരമായ യുദ്ധം ചെയ്യാതിരുന്നാൽ അതാണ് യഥാർത്ഥത്തിൽ പാപമെന്ന് കൃഷ്ണൻ സമർത്ഥിച്ചു കഴിഞ്ഞു ശ്ലോകം 2:33. അതായത് 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ യുദ്ധം ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറയുന്ന അർജുനൻ്റെ ആ ചിന്തയ്ക്ക് നീ വയ്യ എന്ന് പറയുന്ന ആ നടപടി കൊണ്ട് നിനക്ക് യഥാർത്ഥത്തിൽ പാപമേ ഉണ്ടാകൂ, പുണ്യം ഉണ്ടാകില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ കർമ്മത്തിൻ്റെ മഹത്വവും മഹത്വമില്ലായ്മയുമാണ് പുണ്യപാവങ്ങളെ നിർണ്ണയിക്കുന്നത്, അല്ലാതെ അർജുനൻ ചിന്തിക്കുന്നത് പോലുള്ള വൈകാരിക വിഷയങ്ങളോ ആ ചിന്തകൾക്ക് പ്രേരകമായ ധർമ്മശാസ്ത്ര ശാസനങ്ങളോ അല്ല. കുലനാശം വരുത്തുന്ന ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പേരിൽ പാപിയായിത്തീരുന്ന തനിക്ക് നരകവാസമായിരിക്കും ഫലം എന്ന അർജുനൻ്റെ ചിന്തയ്ക്ക്, അത് 1-ാം അധ്യായത്തിലെ 44-ാം ശ്ലോകത്തിൽ പങ്കുവച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. ആ ചിന്തയ്ക്ക് മഹാഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രം ലഭിക്കുന്ന ഇതുപോലൊരു ധർമ്മയുദ്ധം യഥാർത്ഥത്തിൽ അർജുനന് മുമ്പിൽ തുറന്നു കിട്ടിയ സ്വർഗവാതിലാണ് എന്ന മറുപടിയാണ് കൃഷ്ണൻ നൽകിയിരിക്കുന്നത്. അതായത് 1-ാം അധ്യായവും 2-ാം അധ്യായവും തമ്മിൽ എത്രമാത്രം പരസ്പര ബന്ധമുണ്ടെന്ന് നോക്കൂ. അതായത് അർജുനന് പാപനരകമാകുന്ന കർമ്മം കൃഷ്ണന് സ്വർഗപുണ്യമാകുന്നു. ഇങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യുദ്ധം ചെയ്യാനാവില്ല എന്ന തൻ്റെ നിലപാടിനെ സാധൂകരിക്കാനായി 1-ാം അധ്യായത്തിൽ അർജുനൻ നിരത്തിയ ഓരോ വാദഗതികളെയും 2-ാം അധ്യായത്തിൽ യുക്തിപരമായി തന്നെ കൃഷ്ണൻ ഖണ്ഡിക്കുന്നതായി കാണാം. ഇതിലേക്കായി വേദാന്ത തത്വചിന്തകളെയാണ് ആദ്യം ആശ്രയിച്ചതെങ്കിൽ പിന്നീട് അർജുനന് കൂടുതൽ മനസ്സിലാവുന്ന സാധാരണത്വത്തിലേക്കും ഭഗവാൻ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 38-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. അത് ഇങ്ങനെയാണ്: സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈനം പാപമവാപ്സ്യസി. അർത്ഥം: സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ജയാപജയങ്ങളും തുല്യമായി കരുതി നീ യുദ്ധത്തിനൊരുങ്ങുക. അങ്ങനെയായാൽ പാപം നിന്നെ ബാധിക്കുകയില്ല. ഈ പുണ്യവും പാപവും ഒക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യത്തിനും വിപരീത ഭാവങ്ങളുണ്ട്, ഇല്ലേ? ഉദാഹരണത്തിന് സുഖത്തിൻ്റെ വിപരീത ഭാവമാണ് ദുഃഖം, ലാഭത്തിൻ്റെ വിപരീതമാണ് നഷ്ടം, ജയത്തിൻ്റെ വിപരീതമാണ് പരാജയം, മാനത്തിൻ്റെ അതാണ് അപമാനം. അങ്ങനെ പല വിപരീത ഭാവങ്ങളുമുണ്ട്. ഇതിൽ നമുക്ക് സന്തോഷവും സുഖവും നൽകുന്നതിനോട് നമുക്ക് ഇഷ്ടവും മറ്റതിനോട് ഇഷ്ടക്കേടും തോന്നും. അതായത് മനസ്സ് ഇഷ്ടത്തിലും ഇഷ്ടക്കേടിലുമായി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല. മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ ആ മനസ്സുകൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല. പ്രത്യേകിച്ചും ആധ്യാത്മികമായി ഉയരാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വസ്ഥതയില്ലാത്ത മനസ്സുകൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം ആത്യന്തികമായിട്ട് ഏകാഗ്രതയിലാണ് ഈ ആധ്യാത്മിക സാധനങ്ങളുടെ പുരോഗതി ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഒരു ധ്യാനാവസ്ഥയിലേക്ക് പോകാൻ ഉള്ള സാധ്യതയില്ല എങ്കിൽ അപ്പോൾ പിന്നെ ആത്മീയമായിട്ട് ഉയരാൻ കഴിയില്ല. അതിനാലാണ് സുഖങ്ങളും ദുഃഖങ്ങളും ജയവും പരാജയവും എല്ലാം ഒരുപോലെ കാണാൻ കഴിയണം എന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. ഒന്നിനോട് ഇഷ്ടവും മറ്റൊന്നിനോട് വെറുപ്പും ഇല്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ മനസ്സ് അടങ്ങി ശാന്തമായിരിക്കും. ആ മനസ്സുകൊണ്ട് എന്ത് ചെയ്താലും അത് ധാർമ്മികമായിരിക്കും. അതിനാൽ പാപം ഏൽക്കുകയില്ലത്രേ. അർജുനനെ യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നത് ബന്ധുജനങ്ങളെ കൊല്ലേണ്ടി വരുമോ എന്ന ദുഃഖം കൊണ്ടാണെന്നാവും. അതായത് അവരോടുള്ള ഇഷ്ടം കൊണ്ട്. കൃഷ്ണൻ പറയുന്നത് അവരോട് ഇഷ്ടമോ അനിഷ്ടമോ തോന്നേണ്ട, എന്താണോ സ്വധർമ്മപരമായി താനിവിടെ ചെയ്യേണ്ടത് അത് ചെയ്താൽ മാത്രം മതിയെന്നാണ്. വിപരീത ഭാവങ്ങളാണ് നമ്മളെ ശരിയായത് ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത്. വിപരീത ഭാവങ്ങളെ ഒരുപോലെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ ആ ഭാവങ്ങൾക്ക് നമ്മുടെ മേൽ സ്വാധീനമുണ്ടാകില്ല. എന്താണോ ശരിക്കും ചെയ്യേണ്ടത് സ്വാതന്ത്ര്യത്തോടെ അത് ചെയ്യാൻ ഈ സമസ്ഥിതി എന്ന് പറയുന്ന അവസ്ഥ
നമ്മളെ അനുവദിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഗീതാ പ്രമാണങ്ങളിൽ 2-3 കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഒന്ന് സ്വധർമ്മം, 2 സമസ്ഥിതി. സ്വധർമ്മം എന്ന് പറഞ്ഞത് നമ്മുടെ സ്വഭാവ ഗുണങ്ങൾക്ക് അനുസൃതമായ കർമ്മം ചെയ്യുമ്പോഴാണ് അതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അത് ബാധ്യസ്ഥമായ കർമ്മം എന്നും കൂടി അതിനകത്ത് ചേർക്കാം. അപ്പം നമ്മുടെ സ്വഭാവ ഗുണങ്ങൾക്കനുസൃതമായി ബാധ്യസ്ഥമായ കർമ്മം ചെയ്യുന്നതിനെയാണ് സ്വധർമ്മം എന്ന് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു അങ്ങനെ സ്വധർമ്മം ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു. ആ സമയത്ത് ഒന്നിനോടെയും വിരോധഭാവം അല്ലെങ്കിൽ കൂടുതൽ സ്നേഹഭാവം വെച്ച് പുലർത്തരുത്. ആ കാര്യത്തിനെ അതായിട്ട് കണ്ടേ പെരുമാറാവുള്ളൂ. അതായത് മനസ്സിന് വിപരീത ഭാവങ്ങളെ സമമായി കാണാനുള്ള സമസ്ഥിതി എന്ന നില കൈവരിച്ചിട്ട് ശേഷം മാത്രമേ ഈ സ്വധർമാചരണം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മീയമായ പുരോഗതിയും ഭൗതികമായ പുരോഗതിയും സാധ്യമാകൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ പറഞ്ഞുകൊണ്ട് വരുന്ന ഈ ചില സിദ്ധാന്തങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. സ്വധർമ്മം, ഇപ്പോൾ പറഞ്ഞ സമസ്ഥിതി, മനസ്സിൻ്റെ ഈ 2-3-4 കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോയി ധ്യാനം, അങ്ങനെയുള്ള സന്യാസം, ആ മാതിരി വിഷയങ്ങളിലേക്ക് കയറിയാണ് മോക്ഷം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ടും അതിൻ്റെ പടിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് എന്ന് ചർച്ച ചെയ്യാം. ഇപ്പോൾ 1-2 മുത്തുകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്വധർമ്മം, പിന്നെ സമസ്ഥിതി, ഇതുപോലുള്ള ധാരാളം മുത്തുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു മാല കെട്ടിക്കഴിയുമ്പോൾ ആ മാല നമ്മളെ മോക്ഷപഥത്തിലേക്ക് എത്തിക്കാൻ സഹായകമാകും എന്നാണ് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നത്. ഇത് എല്ലാം താത്വികമായി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ അവൻ്റെ കർമ്മം ആത്മാർത്ഥമായും നിഷ്കാമമായും ചെയ്ത് മുന്നേറുമ്പോൾ അവന് സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകും, സമൂഹത്തിന് കൊണ്ട് ഗുണമുണ്ടാകും. ഇന്നത് പറയാൻ വേണ്ടിയാണ് ഈ പറയുന്ന താത്വിക വശങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഇതിനെ തത്വജ്ഞാനപരമായിട്ട് നമുക്ക് എടുക്കാം, അതല്ല പ്രായോഗികമായിട്ട് നമുക്ക് സ്വീകരിക്കാം. എനിവേ, ഈ വിഷയങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് തൽക്കാലം ഇത്രയും മതി. ഇതുകൊണ്ട് ഇവിടെ നിർത്താം. ഇനി അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.